ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു നോട്ട് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള വൈറ്റ് പേപ്പറാണ്. അപ്പം ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അതിനായി ഞാൻ തൃശ്ശയുടെ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പേപ്പറിൻ്റെ സെൻട്രലായി ഇതേപോലെ 2 ലൈൻ ഇട്ടെടുക്കാം. ഞാൻ വരയ്ക്കുന്ന ചിത്രം മൊത്തത്തിൽ മുഖത്തിനൊരു ചെറിയ ചരിവുള്ളത് കൊണ്ടാണ് ഞാൻ ലൈൻ ചരിച്ചിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചിത്രമാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇടുക. അപ്പം നമ്മുടെ 2 ലൈൻ കൂടിച്ചേരുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ 2 കണ്ണിൻ്റെ അകലങ്ങൾക്കിടയിലുള്ള ആ ഒരു സെൻറ്റർ ഭാഗം. അപ്പം അത് കണക്കാക്കി നമ്മൾ ഫസ്റ്റ് കണ്ണിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ രീതിയിൽ നമുക്ക് അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് പിക്ചറിനകത്ത് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം അകലം കണക്കാക്കി ഒരു കണക്ക് കൂട്ടിയതിന് ശേഷം ഞാൻ ഇപ്പം ഒരു കണ്ണിൻ്റെ കണ്ണ് ഔട്ട്ലൈനായിട്ട് വരച്ച് തുടങ്ങി. അപ്പോൾ ആ ഒരു കണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് വരച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ഗ്യാപ്പ് മറ്റേ പിക്ചറിനകത്ത് നോക്കി എവിടെയൊക്കെ മേളത്തെ പിരിവത്തിന് എന്ത് ഗ്യാപ്പുണ്ട്, ഇപ്പുറത്തെ കണ്ണിന് എന്ത് ഗ്യാപ്പുണ്ട്, ഈ കണ്ണിന് നമ്മൾ എന്തെങ്കിലും അളവ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ലൈറ്റ് ഞാൻ സൈഡ് കൊടുത്തത് മാറിപ്പോയി, പിന്നെ അത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അതിപ്പോൾ ഇച്ചിരി കഴിയുമ്പം ഞാൻ നേരെ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ പെൻസിൽ വെച്ച് ആദ്യം വരച്ച കണ്ണിൻ്റെ അളവെടുത്ത് ഏകദേശം ഒരു അളവ് കിട്ടാൻ വേണ്ടി എടുത്തിട്ട് വിരൽ വെച്ച് പിടിച്ചിട്ട് 2 എൻഡ് നമ്മൾ നോക്കിയിട്ട് ആ അളവ് ഇപ്പുറത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പുറത്തെ കണ്ണ് വരയ്ക്കുന്നത്. അപ്പം കണ്ണ് തമ്മിലുള്ള വലിപ്പം നീളം വ്യത്യാസം വരത്തില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ ഒരു ഏകദേശം ഒരു കണക്ക് കൂട്ടൊന്നും ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്താൽ, അല്ല സ്കെയിലിൽ നിങ്ങൾ ചുമ്മാ എടുത്തൊന്ന് മാർക്ക് ചെയ്താലും മതി. പെൻസിൽ പിടിച്ച് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്കെയിലിനോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരളവ് ചുമ്മാ എടുത്ത് വെച്ച് 2 എൻഡ് കണ്ണിൻ്റെ 2 എൻഡ് നമ്മൾ ആദ്യം വരച്ച കണ്ണിൻ്റെ 2 എൻഡൊന്ന് അളവെടുത്തിട്ട് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് ഈ ഗ്യാപ്പും കൂടെ നോക്കണം. അത് വെക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന പിക്ചറിനകത്ത് 2 കണ്ണ് തമ്മിൽ എന്ത് ഗ്യാപ്പുണ്ടെന്ന് ഏകദേശം ഒരു കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പുറം മാർക്ക് ചെയ്ത് ഇപ്പുറത്ത് കണ്ണ് വരയ്ക്കാൻ. എന്നിട്ട് കണ്ണ് വരച്ചതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ വരുന്ന ആ മടക്കും കാര്യങ്ങളും വരച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ കണ്ണിൽ നിന്നും പുരികം എന്ത് അകലത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു ഗ്യാപ്പ് കൂടെ പിക്ചർ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പുരികം വരയ്ക്കാം. ഇപ്പം ഞാൻ 2 കണ്ണിൻ്റെ മുകളിലുള്ള പുരികവും ആ ഒരു പിക്ചറിൻ്റെ ഇതിനകത്ത് നോക്കി കറക്റ്റ് എന്ത് ഗ്യാപ്പിലാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് ആ ഒരു ഷേപ്പിൽ ഏകദേശം വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പുരികത്തിൻ്റെ അതിൽ നിന്ന് പിന്നെ ഞാൻ താഴേക്ക് മൂക്കിൻ്റെ ആ ഒരു ഷേപ്പും ഇപ്പം വരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് മൂക്കും ചുണ്ടും തമ്മിലുള്ള ആ ഒരു അകലം നോക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ചുണ്ടിൻ്റെ ഔട്ട് സൈഡ് ആദ്യം വരച്ചെടുത്തതിന് ശേഷം നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യും. ഞാൻ സെൻറ്ററിലൂടെ ജസ്റ്റ് ചുമ്മാ ഒരു ലൈൻ ഇട്ടെന്നേ ഉള്ളത് ആ ചരിവ് അറിയാൻ വേണ്ടിയാണ്. മുഖത്തിൻ്റെ ഇപ്പോൾ വന്ന ചരിവ് കണ്ണിനും മൂക്കിനും എല്ലാം വരുമ്പോൾ ചുണ്ടിന് ആ ചരിവ് വരണമല്ലോ. അപ്പോൾ ആ ചരിവ് അറിയാൻ വേണ്ടി മാത്രം ചുമ്മാ ചരിച്ചൊരു ലൈൻ വരച്ചെന്നായിരുന്നു. അപ്പം ആ ഒരു ഷേപ്പ് പിക്ചറിനകത്ത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചുണ്ടിൻ്റെ ഔട്ട് സൈഡ് ലൈൻ മൊത്തം വരച്ചിട്ടതിന് ശേഷം നമുക്ക് അകത്തെ ഇപ്പം ചുണ്ടിൻ്റെ കാര്യങ്ങളും അകത്തുള്ള ഭാഗങ്ങളും പിന്നെ പല്ലും ബാക്കിയുള്ള ഡീറ്റെയിലെല്ലാം അകത്തുള്ളതെല്ലാം നമുക്കിപ്പം വരച്ചെടുക്കാം. ഞാനിപ്പം അതാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ എളുപ്പം കുറച്ചുകൂടി ഇതായിരിക്കും. ചുണ്ടിൻ്റെ ഔട്ട് സൈഡ് ഫുൾ ആദ്യം വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് സുഖമായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് പല്ലുകളുടെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. പിന്നെ പല്ലുകളുടെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ വളരെ ചിത്രത്തിൽ നോക്കി വളരെ പതുക്കെ സമാധാനത്തിൽ വരച്ചെടുക്കണം. പല്ലിൻ്റെ ഷേപ്പുകൾ വ്യത്യാസം ശകലം വന്നാൽ തന്നെ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മുഖം നല്ല മാറ്റം എടുത്ത് കാണിക്കും. അപ്പം നമ്മൾ പല്ലിൻ്റെ ഓരോ പല്ലിൻ്റെ ഓരോ ഷേപ്പും കറക്റ്റാക്കി നോക്കി കറക്റ്റ് അളവിന് മാർക്ക് ചെയ്തിട്ടിട്ട് വരയ്ക്കണം. അതിന് എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലിൻ്റെ ഗ്യാപ്പ് നോക്കി അകലം നോക്കിയിട്ട് ഓരോ ലൈൻ
ചരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ചെറുതായിട്ട് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് ലൈൻ ഇട്ടിട്ട്, നേരെ ആണെങ്കിൽ ഇപ്പോൾ നേരെ ലൈൻ മാർക്ക് ചെയ്തിട്ടിട്ട് എന്നിട്ട് ക്രമത്തിന് ഓരോ പല്ല് നമുക്ക് ഷേപ്പാക്കി വരച്ച് കറക്റ്റാക്കി എടുക്കാം. അന്നേരം വലിയ പ്രശ്നം വരത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ ഷേപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വരച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഫിഗറിൻ്റെ ആ ഒരു ഇത് തന്നെ അങ്ങ് പോകും. പിന്നെ അപ്പം നമുക്ക് തന്നെ ഒരു മുഷി പോലെ തരും. അപ്പോൾ അതിലും നല്ല നമ്മൾ ഇച്ചിരി കൂടെ സമയം അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ പതുക്കെ സമാധാനത്തിന് ഇരുന്നുകൊണ്ട് ആ പല്ലിൻ്റെ ഓരോന്നും ഡീറ്റെയിലായിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് ശ്രദ്ധയോടെ ഓരോ പല്ലും കറക്റ്റാക്കി നോക്കി നമുക്ക് പതുക്കെ വരച്ചെടുക്കാം. അപ്പോൾ സാധിക്കും. അതൊക്കെ നമ്മൾ ആദ്യത്തെ പടിയായിട്ട് തന്നെ നടക്കണമെന്നില്ലല്ലോ. പതുക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കുക. പിന്നെ സമയമുള്ളപ്പോഴൊക്കെ നമുക്ക് പ്രാക്ടീസ് പോലെ പുരുകം മാത്രമായിട്ട് വരച്ചെടുക്കാം. കണ്ണ് മാത്രമായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. മൂക്ക്, ചുണ്ട്, പല്ല്, അങ്ങനെയൊക്കെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ സെപ്പറേറ്റായിട്ട് ഓരോ ഭാഗങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും നമ്മളിങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ. അപ്പം നമുക്ക് ഇന്നാളുടെ കണ്ണ് തന്നെ വേണം ആ ഒരു രീതിയിൽ തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ആ ഒരു കൈവഴക്കം വരാൻ വേണ്ടി നമ്മൾ കണ്ണിൻ്റെ വരയ്ക്കുന്നെങ്കിൽ നമ്മൾ കണ്ണ് കുറേ തവണ പ്രാക്ടീസ് ചെയ്ത് പിന്നെയും നമ്മളത് വരച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയുള്ള കണ്ണായാലും ആരുടെ കണ്ണായാലും ഏത് രീതിയിലുള്ള കണ്ണായാലും നമുക്ക് അത് സുഖമായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന കണ്ണും മൂക്കും ചുണ്ടും എല്ലാം അതിൽ നിന്ന് ഓരോ അകലം മുഖത്തിൻ്റെ ഔട്ട്ലൈനിനുള്ള അകലം പിക്ചറിനകത്ത് നോക്കിയതിന് ശേഷം എല്ലാം മാർക്ക് ചെയ്ത് അതിൻ്റെ ഷേപ്പ് നോക്കി കറക്റ്റായിട്ട് ഏകദേശം വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ആ മുടികൾക്കിടയിലുള്ള ഒരു സൈഡിൽ മാത്രമുള്ള ഒരു കമ്മൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പം ആ ഒരു കമ്മലിൻ്റെ ഷേപ്പിലുള്ള ഏകദേശം ഷേപ്പ് ഇപ്പോൾ വരച്ചിടുന്നേ ഉള്ളൂ. പിന്നെ ബാക്കി ഷെയ്ഡ് ചെയ്യാൻ നേരത്തെ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് വരച്ചെടുക്കത്തുള്ളൂ. ഇപ്പം റഫായിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ വരച്ചിട്ടെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചാർട്ട് പേപ്പറോ മറ്റുള്ള തിക്നെസ് കൂടിയ പേപ്പറൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ നോട്ട് ബുക്കിനകത്ത് വെറും കട്ടി കുറഞ്ഞ ഒരു വൈറ്റ് പേപ്പർ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റേതായ പോരായ്മകളുണ്ട്. എന്നാലും നമുക്ക് റഫായിട്ട് വരച്ചെടുക്കാൻ വേണ്ടി ഞാനിപ്പം നിങ്ങളെ വരച്ച് കാണിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്കിപ്പം നോട്ട് ബുക്കിൽ നിന്ന് ഒരു പേപ്പർ എടുത്തല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ മാത്രം വരച്ചിടാം എന്നുള്ളൊരു രീതിയിലാണ് വീഡിയോ തുടങ്ങിയത്. അപ്പം ഔട്ട്ലൈൻ വരച്ചിട്ടപ്പം നമ്മളെ HB പെൻസിൽ വെച്ച് സാധാ പെൻസിൽ വെച്ച് വരച്ചപ്പം കറക്റ്റായിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ മുടിയുടെ അതിനകത്തൊക്കെ ചോർക്ക പെൻസിലുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ആ മുടിയുടെ ഷേപ്പ് പിക്ചറിനകത്തുള്ളത് നോക്കി ലൈനായിട്ട് ഫുള്ള് മാർക്ക് ഇതായിട്ട് ചെയ്യുന്നില്ല, ഷെയ്ഡ് ചെയ്യുന്നില്ല. ആ ലൈൻസൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചിടുന്നേ ഉള്ളൂ. അത് ഞാൻ ഒന്ന് സ്പീഡപ്പാക്കി ചെയ്യുക. അപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്ന ചോർക്ക പെൻസിൽ. കാംലിൻ്റെ ചോർക്ക പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാംലിൻ ചോർക്ക പെൻസിൽ 3 സെറ്റ് വരുന്നത്. അതിൽ ഹാർഡുണ്ട്, മീഡിയം ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ മീഡിയം സോഫ്റ്റ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ മീഡിയം ഇട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ലൈനായിട്ടൊന്ന് വരച്ച്
കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അപ്പം തൃശ്ശയുടെ ഒരു ഔട്ട്ലൈൻ നമ്മൾ നോട്ട് ബുക്കിൽ നിന്നെടുത്ത ഒരു വൈറ്റ് പേപ്പർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്നായി വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അതോടൊപ്പം ഇപ്പം നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റ ഐഡിയിൽ അയച്ചാൽ മതി, ഞാൻ നോക്കാം. എല്ലാവർക്കും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. അതേപോലെ ഇപ്പം ഞാൻ വരച്ച ചിത്രവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നമുക്കൊരു വീഡിയോയിലൂടെ കാണാം.